നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥയുടെ പേര് ഞണ്ടും കുരങ്ങും. ഒരു ഞണ്ടിന് വളരെയധികം പ്രായമായി. അത് പതുക്കെ വീടിനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ കയ്യിലൊരു ചോറുരുള ഉണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ആ ചോറുരുളയുമായി വീട്ടിലേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു കുരങ്ങ് വന്നു നിന്നു. കുരങ്ങിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞണ്ടിൻ്റെ കയ്യിലെ ആ ചോറ് ഉരുള കണ്ടപ്പോൾ കുരങ്ങൻ്റെ വിശപ്പ് ഇരട്ടിച്ചു. നാക്കിൽ കൊതിവെള്ളമൂറി. പലവിധേനയും അത് അടിച്ചെടുക്കണമെന്ന് കുരങ്ങ് തീരുമാനിച്ചു. ഹായ്, ഇത് നമ്മുടെ ഞണ്ടല്ലേ? ഞണ്ടേ, നീ എവിടെ പോയിട്ട് വരുന്നു? നിൻ്റെ കുഞ്ഞു മക്കൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ എന്ന് കുരങ്ങ് ഞണ്ടിനോട് കുശലം ചോദിച്ചു. ഒന്നും ഉരിയാടാതെ ഞണ്ട് മുന്നോട്ട് നടത്തം തുടർന്നു. അപ്പോൾ കുരങ്ങ് വീണ്ടും ഞണ്ടിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് ചോദിച്ചു, ഇത് കണ്ടോ? ഇത് സ്വാദിഷ്ടമായൊരു പഴത്തിൻ്റെ വിത്താണ്. ഇത് കൊണ്ടുപോയി നീ കുഴിച്ചിട്ടാൽ പെട്ടെന്ന് മുളച്ചു വളർന്ന് പൂത്ത് കായ്ച്ച് നല്ല മധുരമുള്ള പഴങ്ങൾ നിനക്ക് കിട്ടും. പറിക്കും തോറും പഴങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് വേണോ നിനക്ക്? ഞണ്ട് ആലോചിക്കാൻ തുടങ്ങി. അത് കണ്ട് കുരങ്ങ് വീണ്ടും പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ചോറുരുള തിന്നാലുടൻ തീർന്നു പോകും. പിന്നീടുണ്ടാകില്ലല്ലോ. ഞണ്ടിന് ആശ തോന്നാൻ തുടങ്ങി. തോന്നുമ്പോഴൊക്കെ ഇഷ്ടം പോലെ പഴങ്ങൾ പറിച്ചു നിന്ന് വിശപ്പടക്കാം. ആ ചോറുരുള എനിക്ക് തന്നിട്ട് നീ ഈ വിത്തും വാങ്ങിക്കൊണ്ട് പൊക്കോ. കുരങ്ങിൻ്റെ സംസാരത്തിൽ ആകർഷ്ടനായ ഞണ്ട് ചോറുരുള കുരങ്ങിന് കൊടുത്തിട്ട് കുരങ്ങിൻ്റെ കയ്യിൽ നിന്നും വിത്തും വാങ്ങി അത് വീട്ടിലേക്ക് പോയി. കുരങ്ങ് ആർത്തിയോടെ ചോറുരുള തിന്ന് വിശപ്പടക്കുകയും ചെയ്തു. വീട്ടിലെത്തിച്ചേർന്ന ഞണ്ട് തൻ്റെ തോട്ടത്തിൻ്റെ ഒരു മൂലയിൽ ആ വിത്ത് കുഴിച്ചിട്ടു. അടുത്ത ദിവസം ആ സ്ഥലത്ത് വെള്ളമൊഴിച്ചിട്ട് ഞണ്ട് പറഞ്ഞു, ഇതാ നോക്കൂ, എത്രയും വേഗം നീ മുളച്ചു വളർന്ന് മരമായില്ലെങ്കിൽ നിന്നെ തോണ്ടിയെടുത്ത് ഞാൻ വലിച്ചൊരു ഏറ് വെച്ച് കൊടുക്കും. വായ്ന്നു പോയ വിത്ത് ഉടനെ തന്നെ മുളച്ചു വളർന്ന് വലിയൊരു മരമായി തീർന്നു. പിറ്റേന്ന് ആ മരത്തെ സമീപിച്ചിട്ട് ഞണ്ട് പറഞ്ഞു, ഉടനെ തന്നെ നീ പൂത്ത് കായ്ച്ചില്ലെങ്കിൽ നിന്നെ വെട്ടിമുറിച്ച് ഉണക്കി ഞാൻ അടുപ്പിൽ വെച്ച് തീയിരിക്കും. പേടിച്ചരണ്ട് പോയ വൃക്ഷം ഉടൻ തന്നെ പൂവിട്ട് കായ്ച്ചു നിന്നു. ക്രമേണ കായ്കൾ പഴുക്കാൻ തുടങ്ങി. കാലാനുസൃതമായുള്ള മരത്തിൻ്റെ വളർച്ച കുരങ്ങൻ അകന്നു മാറി നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ആ മരത്തിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അത് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് പഴുത്ത പഴങ്ങൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഇത് കണ്ട ഞണ്ട് അവിടെ വന്നു നിന്നിട്ട് കുരങ്ങിനോട് പറഞ്ഞു, ഇതാ നോക്ക്, നിന്നെപ്പോലെ എനിക്ക് മരം കയറിയുള്ള പരിചയമില്ല. നീ അവിടെ നിന്ന് നല്ല